ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ സംഘട്ടന ദൃശ്യങ്ങൾ പകർത്തിയ പ്രവാസി യുവാവിന് ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നാരോപിച്ചാണ് ദേശമംഗലം സ്വദേശിയായ 33-കാരൻ ജാഫറിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതര പരിക്കേറ്റ യുവാവിനെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാഫറിനെ രക്ഷിക്കാൻ ശ്രമിച്ച കുടുംബ സുഹൃത്തായ 30-കാരൻ ഷക്കീറിനും മർദ്ദനമേറ്റു. കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിനിടെ ബുധനാഴ്ച വൈകിട്ടോടെ ടീമുകൾ ചേരിതിരിഞ്ഞ് സംഘർഷം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ തലയ്ക്കും ദേഹമാസകലം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ജാഫർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ യുവാവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വൊമിറ്റ് ചെയ്തു. ഇന്നലെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊടുന്ന് അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇവിടെ അവരുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയോട് കൂടായിട്ട് അവനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയതാണ്. അങ്ങനെ വീണ്ടും 12 മണി ഒരു മണി സമയത്ത് വീണ്ടും വൊമിറ്റ് ചെയ്തു. വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊടുന്ന് നമ്മളിവിടെ കാണിച്ചു. അങ്ങനെ വീണ്ടും ഒബ്സർവ് ചെയ്തു. മറ്റേ അതിനുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. ഇന്ന് രാവിലെ 9 മണിക്കാണ് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയത്. ഇപ്പോൾ ഒരു ഉച്ചയോട് സമയത്ത് നമ്മൾ സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് വീണ്ടും കുറച്ച് വൊമിറ്റ് ചെയ്ത് കുറച്ച് ബ്ലഡ് കൂടുതൽ കാണുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ വേഗം വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. PCV ന്യൂസ് ദേശമംഗലം.